അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസി സിസ്റ്റർ നിസി ലിബിനിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ കേട്ട ശേഷം ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടും അനുഗ്രഹിക്കപ്പെട്ട സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇതുവരെയും അരോമ ടിവിയുടെ ചാനൽ നിങ്ങൾ കേൾക്കാത്ത, കാണാത്ത വീഡിയോകളുണ്ട്. ധാരാളം വീഡിയോകൾ ഒരുപക്ഷെ നിങ്ങൾ കാണും. തീർച്ചയായിട്ടും നിങ്ങളത് വിസിറ്റ് ചെയ്യുക, ചാനൽ കാണുക, മറ്റുള്ളവർ കൂടി പരിചയപ്പെടുത്തുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. നാം എല്ലാവരും ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ നിസി ലിബിനി എത്തികഴിഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകർക്ക് സമയം ചിലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ രോമ ടി വിയിലേക്ക് സാക്ഷ്യം പറയുവാൻ എനിക്ക് കിട്ടിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയേൽ ജോൺ അവരോടുള്ള എൻ്റെ നന്ദിയും സ്നേഹത്തെയും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. പാസ്റ്റർ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് വിജയരാജ് എന്ന് പറയുന്ന കർത്തൃദാസനാണ്. അവർ കുടുംബമായി ബീഹാറിൽ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. നാട്ടിൽ ഞങ്ങൾ ഒരു സെൻറ്ററിലാണ് ആയിരിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെ ഞങ്ങൾ ഇടപെടുകയും ഞങ്ങളുടെ സുഹൃത്തുക്കളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസനും കുടുംബമാണ്. ഒരു ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ദാനിയേൽ പാസ്റ്ററോട് ചേർന്ന് ഈ പ്രവർത്തനത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം വലിയ അനുഗ്രഹമായി മറ്റുള്ളവരേക്ക് അത് വ്യാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഞങ്ങളുടെ സുഹൃത്ത് ജിസൻ ബ്രദറുടെ ഭവനത്തിലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രവർത്തനത്തിലുള്ള ബന്ധത്തിൽ സുശേഷ വേലയെ വളരെയധികം സ്നേഹിക്കുകയും അതിനുവേണ്ടുന്ന എല്ലാ കൈത്താങ്ങലുകളും അവരെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിലുള്ള എല്ലാ കൈത്താങ്ങലുകളും ചെയ്യുന്ന ഒരു സുഹൃത്തു കുടുംബവുമാണ് അവർ. ഇവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ സാക്ഷ്യത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് നിസി ലിബിനി എന്നാണ്. എൻ്റെ നാട്ടിലും എൻ്റെ ജന്മദേശത്തുമൊക്കെ എനിക്ക് ഓമന പേരുകൾ ഒക്കെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ പള്ളിയിൽ ഒരു പേര്, അങ്ങനെ പല പേരുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. നിസി ലിബിനി എന്നാണ് എൻ്റെ പേര്. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് കുന്നംകുളത്തിനടുത്ത് മരത്തുംകോട് എന്ന് പറയുന്നൊരു പ്രദേശത്ത് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങൾക്ക് ഭർത്താവും ഞാനും 2 കുഞ്ഞുങ്ങളുമാണ്. മോളുടെ പേര് അബിയ. വിവാഹം കഴിഞ്ഞ് ആലപ്പുഴയിൽ അവരായിരിക്കുന്നു. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോളുടെ പേര് ഹന്ന, രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് എപ്സൻ. പിന്നെ ഞങ്ങൾക്കൊരു മോൻ അബിൻ. അവൻ രാജസ്ഥാനിൽ ഉദയ്പൂർ ബൈബിൾ കോളേജിൽ, ഫിലദൽഫിയ ബൈബിൾ കോളേജിൽ BTH കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ വഴിയായിട്ട് ഇപ്പോൾ MTV ഒക്കെ നടത്തുകയും യൂത്തിൻ്റെ ഇടയിലും കുട്ടികളുടെ ഇടയിലും പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങനെ അവനായിരിക്കുന്നു. 8 വർഷത്തോളം രാജസ്ഥാനിലായിരുന്നു. ഇപ്പോൾ ചില മാസങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരും അടങ്ങുന്ന കുടുംബവും പിന്നെ ഞങ്ങളുടെ മരുമകൻ ആലപ്പുഴയിലായിരിക്കുന്ന സുഭാഷ് എന്നാണ് അവൻ്റെ പേര്. അവനോട് ചേർത്തൽ ഹോസ്പിറ്റലിൽ അറ്റൻഡറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജന്മദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. കുറുപ്പന്തറ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ യഥാർത്ഥ സ്ഥലത്തിന് വേറൊരു പേരും കൂടെയുണ്ട്. ഊന്നുകല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ശരിക്കും ഞങ്ങളുടെ സ്ഥലം അതാണ്. എന്നാൽ അവിടെ ഊന്നുകല്ലിനൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചെന്നാൽ അത് CSCക്കാർ മാത്രം ഉള്ള ഒരു പ്രദേശമാണിത്. ഞങ്ങളുടെ അവിടെ നിന്നായിരുന്ന പള്ളിക്ക് ഒത്തിരി എത്ര ഏക്കർ സ്ഥലമെന്ന് എനിക്കറിയില്ല. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അതിൽ പാർക്കുന്നത് മുഴുവനും CSCക്കാരാണ്. ഞങ്ങളും അന്ന് CSC പള്ളിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രദേശത്ത് മറ്റുള്ള പള്ളിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള സമുദായക്കാരോ ഒന്നുമില്ല. ഞങ്ങളായിരിക്കുന്ന ഒരു ഈ പള്ളിയിലുള്ളവർ മാത്രമാണ് ആ പ്രദേശങ്ങളൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെ വളരെ ചെറുപ്പം എൻ്റെ ഭവനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ പിതാവ് പിന്നെ എൻ്റെ മാതാവ് ഇപ്പോൾ എൻ്റെ ചേച്ചിമാരുടെ കൂടെ അവർ തമിഴ്നാട്ടിൽ ആയിരിക്കുന്നു. ഞങ്ങൾ 6 മക്കളായിരുന്നു. അതിലൊരാൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. പിന്നെ ഞങ്ങളിപ്പോൾ 5 മക്കളുണ്ട്. ഏറ്റവും മൂത്ത ഒരു സഹോദരൻ IPC ഉള്ള ബന്ധത്തിൽ ഒരു ഭവനത്തിലായിരിക്കുന്നു.
പിന്നെ 3 സഹോദരിമാരുണ്ട്. അവർ 3 പേരും ഓരോ ജോലിയുള്ള ബന്ധത്തിലും ഒക്കെ 2 പേര് തമിഴ്നാട്ടിൽ, ഒരു ചേച്ചി കോട്ടയം വടവാതൂർ ആയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഉള്ള ഞങ്ങൾ 5 മക്കളിൽ 5-മത്തെ ആളാണ് ഞാൻ. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടി, എൻ്റെ പിതാവും എൻ്റെ മാതാവും 2 സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. എൻ്റെ മാതാവ് ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അങ്ങനെ അവർ 2 പേരും ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു, പള്ളിയിൽ ചേർത്തു. അമ്മയുടെ പേര് അന്ന് ഗൗരി എന്നായിരുന്നു. അത് പിന്നെ മേരി എന്നാക്കി പള്ളിയിൽ കൊണ്ടുവന്നു. അമ്മേനെ അവിടെ മാമോദീസയൊക്കെ മുക്കി വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ അവർ ജീവിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ 5 മക്കൾക്കും ഞങ്ങൾക്ക് 2 ദൈവത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അമ്മയുടെ വീട്ടുകാരായിട്ട് ഞങ്ങൾക്കൊരു വഴക്കോ പിണക്കോ ഒരു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, നല്ല സ്നേഹമാണ്. ഞങ്ങൾക്ക് എപ്പോൾ വേണേലും അവിടേക്ക് പോവാം. അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. എറണാകുളത്താണ് അമ്മയുടെ വീട്. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ കുടുംബമായി ജീവിച്ചു വന്നിരുന്നത്. എൻ്റെ പിതാവാണെങ്കിൽ ഞാൻ ജനിച്ച് എൻ്റെ കണ്ണുമിഴി കാണുമ്പോൾ തൊട്ട് എൻ്റെ പിതാവ് നല്ലൊരു കർഷകനാണ്. കൃഷിയാണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പരമപ്രധാനമായ ജോലി. എല്ലാവരും കൃഷിക്കാരാണ്. സ്വന്തം പറമ്പിലും പിന്നെ മറ്റുള്ളവരുടെ പറമ്പ് പാടങ്ങൾ ഒക്കെ പാട്ടത്തിനെടുത്ത് അങ്ങനെയെല്ലാം കൃഷികൾ ചെയ്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 2 വിഭാഗത്തിൽപ്പെട്ടവരായാൽ പോലും ഞങ്ങളുടെ മക്കൾക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി വരാതെ, പിന്നെ എൻ്റെ മാതാവ് ഒരു ക്രിസ്ത്യാനിയായി തീർന്നതിന് ശേഷം പള്ളിയിലത്തെ എല്ലാ കാര്യങ്ങളും വളരെ ഊർജ്ജസ്വലതയോടെ ചെയ്യുന്ന ഒരു മാതാവായിരുന്നു. അമ്മച്ചിക്ക് പ്രാർത്ഥനയ്ക്കോ പാട്ടിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കോ ഒന്നും മടിയും കൂടാതെ അമ്മ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും സന്ധ്യപ്രാർത്ഥന, പള്ളിയിലത്തെ ക്രമം അനുസരിച്ചുള്ള സന്ധ്യപ്രാർത്ഥന കഴിയാതെ ഞങ്ങൾ മക്കൾ 5 പേർക്ക് ഞങ്ങൾക്ക് ഭക്ഷണം തരികയില്ല. അങ്ങനെ അതേപോലെ വളരെയധികം അടുക്കും ചിട്ടയോടും കൂടി മക്കളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു കുടുംബമായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിതാവാണെങ്കിൽ നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. യാതൊരു വിധമായ പ്രശ്നങ്ങളൊന്നും ഞങ്ങളുടെ ഭവനത്തിലില്ല. അങ്ങനെ ഇരിക്കുന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മാതാവ് ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള സ്ത്രീ ആയതുകൊണ്ട് പള്ളിയിലുള്ള പലർക്കും ഞങ്ങളുടെ അതിൻ്റെതായ വിദ്വേഷങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ അമ്മയുടെ മുമ്പത്തെ പേര് പറഞ്ഞിട്ട് അവർ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും ഒരു വിലയില്ലാത്ത വിധത്തിൽ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന പല അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞങ്ങളതൊന്നും എൻ്റെ കുടുംബത്തിലുള്ളവർ മുതിർന്നവരോ എൻ്റെ പിതാവൊന്നും അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. ഞങ്ങൾ പള്ളിയിലത്തെ ബുധനാഴ്ച കൂട്ടങ്ങൾ, വെള്ളിയാഴ്ച കൂട്ടങ്ങൾ, ഞായറാഴ്ച ആരാധനകൾ ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്ത് ഇങ്ങനെ വളരെ അതോടുള്ള ബന്ധത്തിൽ ആത്മീയരായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആണ് വളരെ സന്തോഷത്തോടു കൂടി, പ്രശ്നങ്ങൾ അധികമൊന്നുമില്ല, എന്നാൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ മാത്രമേ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ അപ്പനും അമ്മയും മക്കളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞതായ ഒരു കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ഒരു ഓല വീടാണ് ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത്. അത് തെങ്ങിൻ്റെ ഓല കൊണ്ടുള്ള ഒരു വീടല്ല, ഒരു പന ഓലയാണ്. അത് വേറൊരു വിധത്തിലുള്ള ഒരു പന ഓലയാണ്. അതുകൊണ്ടുള്ള ഒരു വീടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്ര പേരൊക്കെ ഉണ്ട് ആ വീട്ടിൽ. പിന്നെ എൻ്റെ പിതാവെന്ന് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചേട്ടനും ഒരു പെങ്ങളുമുണ്ട്. ആ പെങ്ങളെ വിവാഹം കഴിച്ചിരിച്ച ആള് നല്ല മദ്യപാനിയൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടി ഈ ചെറ്റക്കുടിലേക്ക് അവരും മക്കളെ ഒക്കെ ആയിട്ട് കടന്നു വരും. അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും വലിയ പ്രശ്നങ്ങളില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന സന്ദർഭത്തിലാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വളരെ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ആഞ്ഞടിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഇട്ടുകൊണ്ട് ഞങ്ങളോട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങളുടെ കുടുംബം അങ്ങനെ കടന്നു പോകാനിടയായി തീർന്നു. എൻ്റെ പിതാവ് നല്ലൊരു പണിക്കാരനായിരുന്നു. എന്നാലും പെട്ടെന്ന് എൻ്റെ പിതാവ് ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നുപോയി. ശ്വാസം മുട്ട്, ആസ്മ അങ്ങനെ വേണ്ട വളരെയധികം പണിക്ക് പോകാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിലേക്ക് കടന്നുപോയിടയായി തീർന്നു. അന്ന് തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കാനിടയായി തീർന്നു. എൻ്റെ മാതാവ് ഞങ്ങളുടെ മക്കളൊക്കെ ചെറുതായതുകൊണ്ട് അവരെയൊക്കെ നോക്കണം എന്ന് എൻ്റെ മാതാവിന് പണിക്കൊന്നും പോയിരുന്നില്ല. പിന്നീട് ഞങ്ങൾ ചാച്ചനെന്ന് വിളിക്കും. എൻ്റെ ചാച്ചൻ കിടപ്പായതിനു ശേഷം എന്ന് പറഞ്ഞാൽ തീരെ സുഖമില്ലാത്തതിന് ശേഷം എൻ്റെ അമ്മ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. കാരണം 5 മക്കളെ പോറ്റണം. പിന്നെ പിതാവും എലുമിച്ചയൊക്കെ ഉണ്ട്. എല്ലാവരുടെ കാര്യങ്ങൾ നോക്കണം എൻ്റെ അമ്മ വളരെയധികം കഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. അസാമാന്യമായ ഒരു കഴിവുള്ള ഒരു സ്ത്രീ ആണ് എൻ്റെ മാതാവ് എന്ന് പറയുന്നതിൽ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അമ്മയുടെ ഒരൊറ്റ കഠിനാധ്വാനം കൊണ്ടും അമ്മയുടെ പ്രയത്നം കൊണ്ടുമാണ് പിന്നീടുള്ള ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും എൻ്റെ മാതാവ് 82-85 വയസ്സിനുള്ളിലായിട്ടുണ്ട്. എൻ്റെ മൂത്ത സഹോദരി കൂടെ തമിഴ്നാട്ടിലായിരിക്കുന്നു.
ആ അമ്മയുടെ ഒരു കഴിവും ദൈവം കൊടുത്ത കഴിവും അപ്പോഴാണ് ദൈവം കൊടുത്ത ഒരു കഴിവിനെ കുറിച്ച് ചിന്തിക്കുക. അന്നൊന്നും അതറിയില്ലല്ലോ. അല്ല, അമ്മച്ചിയുടെ അതായ ആ കഷ്ടപ്പാട്, ദുരിതങ്ങൾ, കല്ലും മണ്ണും തടിയൊക്കെ ചുമക്കാൻ പോയി മക്കളെ പോറ്റി പുലർത്തി ഭർത്താവിനെ നോക്കി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത ഒരു മാതാവായിരുന്നു എൻ്റെ അമ്മ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടും ദുരിതമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൽ വളരെ വളരെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളെന്ന് പറഞ്ഞെന്നാൽ ഒരാൾ മാറിയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എൻ്റെ ആങ്ങള, ഏറ്റവും മൂത്താണ് ആങ്ങള, താഴെ ഞങ്ങൾ 4 സഹോദരിമാരാണ്. ആങ്ങളുടെ കവിളിൽ ഒരു വലിയൊരു മുഴ ഉണ്ടാകാനിടയായി തീർന്നു. ആ മുഴയുണ്ടായി വളരെ ഇന്നൊക്കെ ആണെങ്കിൽ അത് മാരകമായൊരു രോഗമാണെന്ന് പറയും. അത്രയും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. ആ മുഴ വളരെയധികം പ്രശ്നത്തിലേക്ക് പോയി. അത് പഴുത്ത് പൊട്ടുവാനും ഒക്കെ ഇടയായി തീർന്നു. എന്നാൽ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഇതിന് വേദനയും ഒക്കെ കൊണ്ട് ദേഷ്യമാണ്. അപ്പം എൻ്റെ അമ്മയുടെ അനിയത്തി എറണാകുളത്തേക്ക് ചിറ്റയുടെ വീട്ടിലേക്ക് ആങ്ങളെ കൊണ്ടുപോയി. അവരുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലൂടെ ട്രെയിൻ പോകുന്ന പാളയമാണ്. ഒരു ദിവസം എൻ്റെ ആങ്ങളയ്ക്ക് വേദന സഹിക്കാൻ പറ്റാതെ എൻ്റെ ആങ്ങള ട്രെയിനിന് തലവെച്ച് മരിക്കണം എന്ന് പറഞ്ഞ് കിടന്നോടത്തുനിന്ന് എഴുന്നേറ്റ് റെയിൽ പാലത്തിൻ്റെ അടുത്തേക്ക് ഓടി. വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ അപ്പോൾ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടെ വന്ന് പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനിടയായി തീർന്നു. അത്രയും വേദന സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പിന്നെ പഴുത്ത് പൊട്ടി വളരെ ബുദ്ധിമുട്ടായിത്തീരുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഏകദേശം ഒരു പഠിപ്പൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു 8ാം ക്ലാസ്സിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് എൻ്റെ വലതുവശം, എൻ്റെ വീട്ടിൽ അത്രയും പ്രശ്നങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, അടിക്കടിയായി പിന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ വലതുവശം തളരുവാനിടയായി തീർന്നു. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങിയതിന് ശേഷം നേരം വെളുത്തിട്ട് എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ശരീരം മുഴുവൻ ഭയങ്കര വേദന. പെട്ടെന്നുള്ളതായ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും താങ്ങുന്നതിൽ അപ്പുറമായിരുന്നു. ഈ പ്രശ്നത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ എല്ലാ മധ്യത്തിൽ ഞാനും ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഞാൻ ഏറ്റവും ഇളയതാണ്. എല്ലാവർക്കും എന്നോട് വലിയ കാര്യമാണ്. എന്നാൽ അങ്ങനെ വല്ലാത്തൊരു സാഹചര്യം ഞങ്ങളുടെ കുടുംബത്തിൽ വന്നുപെടുവാനിടയായി തീർന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും അധികം നേരിട്ടൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചെന്നാൽ എൻ്റെ പിതാവിന് ഇഷ്ടദാനമായി കിട്ടിയതാണ് പള്ളി വക സ്വത്താണെങ്കിൽ പോലും എൻ്റെ പിതാവിന് രജിസ്റ്റർ ചെയ്ത് കിട്ടിയതാണ് 70 സെന്റ് ഭൂമി. എൻ്റെ പിതാവിൻ്റെ അപ്പൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ വല്യമ്മച്ചിനെ വേറൊരാൾ, 3 കുഞ്ഞുങ്ങളാണല്ലോ, അപ്പോൾ ഒരാൾ തുണയ്ക്ക് വേണം എന്ന് പറഞ്ഞ് അന്നിരുന്ന് പള്ളിയിലിരുന്ന ആൾക്കാരൊക്കെ കൂടെ കൂടിയിട്ട് ഒരു കല്യാണം വല്യമ്മച്ചിക്ക് കഴിച്ചു കൊടുത്തു. ആ കഴിച്ച ആളുടെ വസ്തുവായിരുന്നു അത്. കല്യാണം കഴിക്കുമ്പോൾ ആ പിതാവിന് ആരും ഉണ്ടായിരുന്നില്ല, ഒറ്റയായിരുന്നു. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന സമയത്ത് ആ പിതാവിൻ്റെ പെങ്ങളുടെ മകനാന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഞങ്ങളോട് പൊരുതുകയും ഞങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ശത്രുക്കൾ ആ ഒരു വ്യക്തിയെ ഇറക്കുവാനിടയായി തീർന്നു. അപ്പം എൻ്റെ പിതാവിന് എഴുതി കൊടുത്തിട്ടുള്ള സ്ഥലം ആ വല്യപ്പച്ചൻ്റെ പെങ്ങളുടെ മകന് അധികാരപ്പെട്ടതാണ്, അല്ലെ അവകാശപ്പെട്ടതാന്ന് പറഞ്ഞ് അവർ കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുവാനും ഏറ്റുമാനൂർ കോടതിയിൽ അത് 8 വർഷത്തോളം എൻ്റെ അമ്മ പണിയെടുത്ത പൈസ മുഴുവനും കേസിന് വേണ്ടി ഉപയോഗിച്ചു. ഒത്തിരി കഷ്ടപ്പെട്ടു. ഒത്തിരി ദുരിതത്തിലൂടെ കടന്നുപോയി. കുടുംബത്താണ് പ്രശ്നങ്ങൾ. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്നു. എന്നാലും സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അതിനിടയിൽ എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് കാണാൻ വരുമ്പോൾ പറഞ്ഞു, "നീ ഒരു കാര്യം ചെയ്യണം. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ ഒരു മന്ത്രവാദിയെ വരുത്തണം. വീട്ടിൽ മന്ത്രവാദിയെ വരുത്തിയിട്ട് അതുവരെ ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം 2 സമുദായത്തിലുള്ള ദൈവങ്ങളെ ഞങ്ങൾക്ക് ആരാധിപ്പാനും വയ്ക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ മറ്റുള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ പോയിട്ടില്ല." അപ്പം എൻ്റെ പിതാവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഒരു മന്ത്രവാദിയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നം വെക്കണം. പ്രശ്നം വെച്ചിട്ട് ഇതെന്താണ് ഈ കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താണെന്നൊന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവരുടെയൊക്കെ ആഗ്രഹപ്രകാരം അങ്ങനെ ഒരാളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ മക്കൾക്കൊക്കെ ഭയങ്കര ഭയമായിരുന്നു. അയാൾ വീട്ടിൽ വന്നു എന്തൊക്കെയോ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നത്തിനും എനിക്കൊരു വിടുതലിനും ഒന്നും കാരണമായി തീർന്നില്ല. പിന്നെ എൻ്റെ ആങ്ങളെയും കൊണ്ട് എൻ്റെ അമ്മയുടെ വീട്ടുകാർ പല പള്ളികൾ കയറി ഇറങ്ങാനിടയായി തീർന്നു. കാരണം ഈ ഒരു മുറിവ് ഒത്തിരി ബുദ്ധിമുട്ടിപ്പാൻ ഇടയായി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരും വളരെ വിഷമിച്ചു. അവരാണ് നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിരുന്നു മുഴുവനും. ഞാനിങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ സമയത്ത് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ കോട്ടയം വാഴൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവർ അവിടെ പെന്തക്കോസ്തലാണ് ആയിരിക്കുന്നത്. അപ്പോൾ വല്യച്ഛൻ ഒരു വട്ടം ഒരു ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളിങ്ങനെ ആകെ പ്രശ്നത്തിൽ ഭയങ്കര വല്ലാത്ത പ്രശ്നത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ആൾ പറഞ്ഞു, "ഞാൻ 1-2 പ്രാർത്ഥനക്കാരായിട്ട് വീട്ടിലേക്ക് വരാം" എന്ന് പറഞ്ഞപ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. ആദ്യമൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല.
എന്നാൽ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ CSC കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അവിടെ ഇതുവരെയും മറ്റുള്ള ആൾക്കാർ ആരും കയറിയിട്ടില്ല. അപ്പോൾ വലിയ വിഷയമുണ്ടാകും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം അതിന് മുമ്പ് ചെയ്തതൊന്നും അവർക്ക് പ്രശ്നം ഇല്ല. കാരണം ഒരു പ്രാർത്ഥനക്കാർ വരികയോ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ അങ്ങനെ എന്നാൽ ആ വല്യച്ചാച്ചൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവിടുന്ന് ഒരു പ്രവചനം ശുശ്രൂഷയുള്ള കർത്തൃദാസിയും 1-2 ദൈവദാസന്മാരും ഒക്കെ ഞങ്ങളുടെ തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഈ ഭവനത്തിലേക്ക് അവർ കൊണ്ടുവരാനിടയായി തീർന്നു. അങ്ങനെ അവർ വന്നു, പ്രാർത്ഥനയൊക്കെ നടത്തി. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. പള്ളിയിലുള്ള സകല ആൾക്കാരും, അച്ഛൻ, കൈക്കാര്, കമ്മിറ്റിക്കാര് എന്ന് വേണ്ട. കാരണം എൻ്റെ ആങ്ങളൊക്കെ അന്ന് കൊയറിൽ പാടുന്നു, യൂത്തിൻ്റെ സെക്രട്ടറി, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ പള്ളിയുള്ള ബന്ധത്തിൽ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊക്കെ തടസ്സം ആണല്ലോ ഈ വരുന്നത്. അതും പെന്തക്കോസ്തുകാർ നമ്മുടെ കോമ്പൗണ്ടിൽ കയറുന്നു എന്ന് പറഞ്ഞിട്ട് ഉള്ളതായ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ ആങ്ങളെനെ വഴിയിൽ തടഞ്ഞു നിർത്തി അടിക്കാനുള്ള എല്ലാ പദ്ധതികളും അവർ തയ്യാറാക്കി. ഞങ്ങളെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തി വേറൊരു വഴിയിലൂടെ ഞങ്ങളെന്നെ വീട്ടിലെത്തിച്ചു. അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടതായി തീർന്നു. പള്ളിക്കാർ ഒന്നടങ്കം വന്നിട്ട് അതെൻ്റെ പിതാവിൻ്റെ പേരിൽ ആയതുകൊണ്ട് മാത്രം ഇന്നും ഞങ്ങൾ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയായി ഞങ്ങൾ പെന്തക്കോസ്തുകാർ അവരെ വീട്ടിലേക്ക് വന്നു. ദൈവദാസന്മാർ വന്നു, അവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ച സമയത്തൊന്നും വലിയ വിടുതലും ഒന്നും കണ്ടില്ല. എന്നാൽ ഒരു ദിവസം ഇതുപോലെ പ്രാർത്ഥന വെക്കുന്ന സമയത്ത് കുറച്ച് ഞങ്ങളെ തടയുവാനായിട്ട് കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നപ്പോൾ ഒരു 4-5 വീട്ടുകാർ അവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. അത് അതിലും വലിയ വിഷയങ്ങളെ ഉണ്ടാക്കാനിടയായി. കാരണം ഞങ്ങൾ മുഖേനയാണല്ലോ, ഞാനാണ് ആദ്യം പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ഉത്സാഹിക്കുകയൊക്കെ ചെയ്തു. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ കടന്നു വന്ന ദൈവദാസി എന്നോട് പറഞ്ഞു, നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ കർത്താവ് വിടുവിക്കാൻ ദൈവശക്തനാണ്. ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ ഒന്നും വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. അപ്പം എൻ്റെ മാതാവിന് കടുത്ത വിശ്വാസമാണ്. അമ്മ പ്രാർത്ഥിക്കാനായിട്ട് ഒക്കെ മുട്ടുമടക്കി ഇരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഈ തകർച്ചയുടെ വക്കിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കണമല്ലോ. എൻ്റെ അമ്മയെ കൊണ്ട് കൂട്ടിയാൽ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളാലും പ്രതികൂലങ്ങളാലും ഒക്കെ ഞങ്ങളുടെ കുടുംബം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അന്നിരിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനക്കാർ വന്ന് അവർ പ്രാർത്ഥിച്ചു. അവരിങ്ങനെ കടന്നുപോയി. അന്ന് രാത്രിയിൽ ഞാൻ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കിടന്ന് പറയുകയാണ്. എൻ്റെ അമ്മ എൻ്റെ അരികത്ത് കിടക്കുന്നുണ്ട്. ഞാൻ സ്വപ്നത്തിൽ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്, ദൈവമേ നീ എന്നെ വിടുവിച്ചെന്നാൽ ഞാൻ സാക്ഷ്യം വഹിച്ച് പൊയ്ക്കൊള്ളാം. കർത്താവിൻ്റെ വേല ഞാൻ ചെയ്തോളാം. ഒന്നും അറിയില്ല കർത്താവിൻ്റെ വേല എന്താണ്. കാരണം നമ്മളെല്ലാം ഇതിലും പള്ളിയിൽ പോണു, സൺഡേ സ്കൂളിൽ പോണു. അമ്മ പിന്നെ അരി പൊതിഞ്ഞിട്ട് പിടിയരിയൊക്കെ തന്ന് ഓരോ പൊതിയൊക്കെ തന്നയക്കും. അതൊക്കെ കൊണ്ട് പള്ളിയിൽ പോകണം. ഇങ്ങനത്തെ കാര്യങ്ങളല്ലാതെ പ്രാർത്ഥന ഇതിൽ അപ്പുറത്തൊരു പ്രാർത്ഥന ഉണ്ടെന്നോ, അങ്ങനെ ഒരു വിശ്വാസ ജീവിതം ഉണ്ടെന്നോ, ഇങ്ങനെ ഒരു ദൈവമുണ്ടോ, അതൊന്നും നമുക്കറിയില്ല. എന്നാലും ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവേ, ദൈവം അയക്കുന്നിടത്ത് ഞാൻ പോയിക്കൊള്ളാം. എൻ്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. എൻ്റെ തളർന്നിരിക്കുന്നതെല്ലാം കർത്താവ് ബലം തന്ന് എന്നെ എഴുന്നേൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേല എൻ്റെ അന്ത്യം വരെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ പറയാനിടയായി തീർന്നു. ഇങ്ങനെ ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ പറയുന്നത് എൻ്റെ അമ്മ കേട്ടു. അമ്മ കേട്ടിട്ട് ചാടി എഴുന്നേറ്റിട്ട് അമ്മ എല്ലാവരും വിളിച്ചു. അമ്മയ്ക്കാകെ ഭയം തോന്നി. കാരണം ഇനി മരണത്തിലേക്കാണോ ഞാൻ പോകുന്നതെന്ന് അമ്മയ്ക്കൊരു വല്ലാത്തൊരു ഭയം തോന്നിയിട്ട് അമ്മ എല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഇവരുടെ ശബ്ദം കേട്ടപ്പോൾ, അതുവരെ ഞാൻ ഉറക്കത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇതുവരെ ഏക്കാത്ത ഞാൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ നമ്മോട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ ഉരുണ്ടിങ്ങനെ പോയതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ദൈവത്തിനോട് തീരുമാനം എടുത്തതാണ്. ഇന്നൊരു വിടുതൽ ദൈവം എനിക്ക് തന്ന, എൻ്റെ ഭവനത്തിന് തകർച്ചയ്ക്ക് ദൈവം ഒരു വിടുതൽ തന്ന, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്തു കൊള്ളാം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് ഞാൻ ദൈവത്തോട് ഞാനൊരു തീരുമാനമെടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നെ പിടിക്കാൻ വന്നപ്പോൾ എനിക്ക് പിടിക്കാതെ, ചുമരിൽ പോലും പിടിക്കാതെ എനിക്ക് ബാത്റൂമിലേക്ക് നടന്നു പോകുവാൻ എൻ്റെ കർത്താവ് എനിക്ക് ബലം തന്നു. ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിവരാത്തൊരു അനുഭവത്തിലൂടെ
ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എൻ്റെ ദൈവത്തോട് ഞാൻ തീരുമാനമെടുത്ത്, കർത്താവേ, ദൈവം എന്നെ പൂർണ്ണമായി വിടുവിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം എവിടെ അയക്കുന്നോ അവിടെയൊക്കെ പോയി ഞാൻ കർത്താവിന് വേല ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ ആ തീരുമാനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പൂർണ്ണമായൊരു വിടുതൽ നൽകി തന്നു. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പേടിച്ചു പോയി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ അവരായിത്തീർന്നു. എന്നാൽ ആ ദൈവം അന്ന് എന്നെ വിടുവിച്ചു, എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു, എൻ്റെ കാലും നരിയാണികളും ഒക്കെ ഉറപ്പിച്ചു. കർത്താവ് ഞാൻ നിൻ്റെ കാലുകളെ മാൻപയുടെ കാലൊക്കെ തുല്യമാക്കി തീർക്കുമെന്ന് കർത്താവിൻ്റെ വചനമാണെങ്കിൽ വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ദൈവങ്ങൾക്ക് വിടുതൽ തന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതായ അവർക്ക് രാത്രി ദർശനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ആ സന്ദർഭത്തിൽ തന്നെ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അറിയിച്ചു കൊടുത്തു. ഒരു വിടുതൽ നടന്നതായിട്ട് ഞങ്ങളുടെ വീടും ദർശനത്തിൽ കാണിച്ചു കൊടുക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെ വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെയ്യപ്പെടയായിത്തീർന്നു. പിന്നീട് നോക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനകൾ കൂടി വന്നു. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനകൾ കൂടി വരികയാണ്. അതോടൊപ്പം പ്രശ്നങ്ങളും ഞങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നു. പിന്നെ ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെ ഒരു ആരാധന അവർ ആരംഭിച്ചു. പിന്നീട് എൻ്റെ ചേച്ചിമാരൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം അന്നിരുന്ന ഒരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കുടുംബത്തിൽ 5 മക്കളും അപ്പനും അമ്മയും സ്നാനപ്പെടണം. സ്നാനപ്പെട്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മകനൊരു വിടുതൽ കിട്ടുള്ളൂ, നിങ്ങളുടെ മകൾക്ക് വിടുതൽ കിട്ടും, പ്രശ്നങ്ങളൊക്കെ തീരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷിക്കപ്പെടുക, വചനം പറഞ്ഞു കൊടുക്കുക ഒന്നും ചെയ്യാതെ, ഒന്നും അറിയാത്ത എൻ്റെ ചേച്ചിമാർ അവർ ആയിരുന്ന സ്ഥലത്ത് അവരെയും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവർക്കും സ്നാനപ്പെടണം എന്ന് പറഞ്ഞിട്ട് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവരൊക്കെ പിന്നെ പിന്മാറി പോകുവാനാണ് ഇടയായത്. അതനുസരിച്ച് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത് ഞാനും എൻ്റെ ആങ്ങളെയും എൻ്റെ പിതാവും എൻ്റെ മാതാവും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ട് ഇടയായി തീർന്നു. ഞങ്ങളൊക്കെ കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിലും ആത്മീയമായ ജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയായി തീർന്നു. എന്നാൽ പെന്തക്കോസ്തിലേക്ക് വന്നപ്പോൾ എൻ്റെ സഹോദരിമാർ പറഞ്ഞു, അവർ വിവാഹമൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ എല്ലാവരും പഴിച്ചു തുടങ്ങി. കാരണം 4 പെൺമക്കളാണ് വീട്ടിൽ, ഞാനാണ് അല്പം ചെറുത്, ബാക്കി എല്ലാവരും 3 ആളും ഒരേപോലെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് മൂത്ത 2 ചേച്ചിമാർ ട്വിൻസാണ് അവർ. അപ്പോൾ അവരെല്ലാവരും ഒരുപോലെ മുതിർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഇനി പെൺകുഞ്ഞുങ്ങളൊക്കെ നിന്ന് നരകിച്ച് പോകുള്ളോ ഇവരിങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിക്കാനിടയായി തീർന്നു. എന്നാൽ അപ്പോൾ അവരും പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം നടക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു മാർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ട, അവർ ഏതെങ്കിലും പള്ളിയിലൊക്കെ വെച്ചിട്ട് മതി. കാരണം അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരൊക്കെ കാര്യങ്ങളൊക്കെ നടന്നു. ദൈവം അവരൊക്കെ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. കർത്താവ് അവരെല്ലാവരും അനുഗ്രഹിച്ചു. ഇപ്പം അടുത്തിടെ വെച്ചിട്ടാണ് എൻ്റെ ചേച്ചിക്ക് പ്രാർത്ഥനയ്ക്ക് പോവുകയും ചേച്ചി മോളും ഒക്കെ ഒന്നും കൂടെ യഥാസ്ഥാനപ്പെടുവാനും മോൾ സ്നാനപ്പെട്ട് ഒരു ദൈവദാസൻ മോളെ വിവാഹം കഴിപ്പാനൊക്കെ ഇടയായി തീർന്നത്. അങ്ങനെ ഒത്തിരി പ്രശ്നത്തോടെ കടന്നുപോയി വളരെ നീർന്നു വിഷയത്തിൽ പോയി. അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം കാലം SLC കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, എറണാകുളത്ത് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, പാസ്റ്റർ ഒരു സ്നേഹിതനുണ്ട് അവിടെ, അപ്പോൾ അവിടെ പോയി പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. കൊണ്ടാക്കി അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ തന്നെ എന്നെ എവിടേക്ക് അഡ്മിഷൻ കിട്ടാനിടയായി തീർന്നു. അപ്പോൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഫീസ് കൊടുക്കാനായിട്ടൊന്നും കയ്യിൽ പൈസയൊന്നും ഇല്ല, ഞങ്ങൾക്കത് സാധിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ ആങ്ങളെയും എൻ്റെ അമ്മയുമായിട്ടാണ് ഞങ്ങൾ ആ കോളേജിലേക്ക് പോയത്. ഫീസ് കൊടുത്ത് പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടികൾ ചെയ്യണം എന്ന് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവിടെ ചേരാനിടയായി തീർന്നു. കർത്താവിൻ്റെ കൃപയാൽ അവിടെ എനിക്ക് പഠിച്ചു. BTC കഴിഞ്ഞതിന് ശേഷം ഞാൻ തൃശ്ശൂരുള്ള അപ്പോൾ എൻ്റെ ആങ്ങള ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി, പായിപ്പാട് ന്യൂവിൻ്റെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. അവിടെ തൃശ്ശൂരുള്ള ഒരു പാസ്റ്റർ ദാനിയേൽ അയിരൂർ എന്ന് പറയുന്ന പലരും അറിയപ്പെടുന്ന ഒരു കർത്തദാസനാണ്. അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ആങ്ങളുമായി വളരെ ഫ്രണ്ട്ഷിപ്പാണ്. ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോദിച്ചറിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ ഇതുപോലെ പഠിച്ച് ഇറങ്ങാറായി എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. സഹോദരിമാർ മാത്രം പ്രവർത്തിക്കുന്നത്. പാസ്റ്റർ താഴത്തെ നിലയിൽ താമസിക്കുന്നു, സഹോദരിമാർ ആ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുന്നു. അങ്ങനെ ഒരു പ്രവർത്തനമുണ്ട്. അപ്പം ഇനി പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കണ്ടല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ വടക്കേണ്ടിക്ക് പോകണം. കർത്താവിൻ്റെ ദാസൻ PG വർഗീസ് സാറാണല്ലോ അന്നൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നിന്നിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ ടീമിൽ പോകണം, ചേരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ ആ സ്ഥാപനത്തിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ സഹോദരിമാർ ഒരുമിച്ച് പ്രവർത്തിക്കുക, രാവിലെ പ്രവർത്തനത്തിനൊക്കെ കടന്നു പോവുക, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വരിക. വളരെ സന്തോഷമായിരുന്നു. തൃശ്ശൂർ ഭാഗത്തുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോകുവാൻ, അനേക ഭവനങ്ങളിൽ പോകുവാൻ, വചനം അറിയിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ PG വർഗീസ് സാറിൻ്റെ കൂടെ പോകണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ആങ്ങളെ ആ പാസ്റ്ററോട് പറഞ്ഞു, ഒരു കാരണവശാലും അവൾ ഒരു സ്ഥലത്തും പോകാൻ പാസ്റ്റർ സമ്മതിക്കരുത്. അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് അവൾ എവിടേക്ക് വേണമെങ്കിലും പൊക്കോട്ടെ, ഞങ്ങൾക്കൊരു വിഷയമല്ല, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം, അതുകൊണ്ട് പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞു. വിവാഹമൊന്നും ആയിട്ടില്ലല്ലോ, വന്നിട്ടില്ല.
അപ്പൊ ഞാനും വിചാരിച്ചു പോകാം, എവിടേക്കെങ്കിലും പോകണം, അതാണ് നല്ലതെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവിൻ്റെ ദാസൻ റോയി മാർക്കര എന്ന് പറയുന്നൊരു ദൈവദാസനുണ്ട്. എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്, അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. ആ ദൈവദാസന്റെ ചേട്ടന്റെ വിവാഹമാണ്. അതിപ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിന്ന് ആ തൃശ്ശൂരിൽ നിന്നിരുന്ന ആ ചർച്ചിലേക്കാണ് ആ ഒരു വിവാഹ കാര്യങ്ങളൊക്കെ ഒരു ലയൺസ് ക്ലബ്ബിൽ കല്യാണം നടക്കുകയാണ്. അന്ന് ആ സമയത്ത് ഞങ്ങൾ കുറേ സഹോദരിമാരുണ്ട്. അപ്പോൾ ഇപ്പോഴെന്നെ എൻ്റെ ദൈവദാസൻ, അതായത് എൻ്റെ ഹസ്ബൻഡ് അവരെ സഭയിലത്തെ പാസ്റ്ററാണ്. അപ്പോൾ പാസ്റ്ററായിട്ട് ഒരു വർഷം ആവാറായി. അപ്പോൾ വിവാഹം കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ ലയൺസ് ക്ലബ്ബിനോട് ആണ് ഞങ്ങളുടെ നിന്ന പാസ്റ്ററുടെ വീട്. ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന പാസ്റ്ററോട് ചോദിച്ചു, ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ച് തരുമോ, അവർ എവിടെയുള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇടയായിത്തീർന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് വിവാഹ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു. അന്ന് നിശ്ചയമാണ്. പിറ്റേ ആഴ്ചയിൽ ആ നിശ്ചയത്തിന്റെ വിവാഹം നടക്കുകയാണ്. അപ്പൊ അന്ന് സംസാരിച്ചു, ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. പെട്ടെന്ന് തന്നെ വിവാഹം കഴിയുവാൻ ഇടയായിത്തീർന്നു. ഏകദേശം ഒരു മാസം കൊണ്ട് വിവാഹമൊക്കെ കഴിയുവാൻ ഇടയായിത്തീർന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തിലേക്കാണ് ഞാൻ വന്നത്. ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറിലോ, അത് ചുമ്മാർ എന്ന് പറയും, ആ അപ്പച്ചനെ പിതാവിനെ, എൻ്റെ പപ്പയെ അറിയാത്തവരായി ഈ നാട്ടിൽ ആരുമില്ല. അത്രയും വലിയൊരു ആത്മീകന്റെ കുടുംബത്തിലേക്കാണ് ഞാൻ വന്നത്. ആ പപ്പ സ്വന്തം പിതാവിനെ പോലെ, സ്വന്തം മകളെ പോലെ കണ്ട് പപ്പ വിശ്വാസത്തിന് വേണ്ടി വളരെയധികം വില കൊടുത്ത ഒരു പിതാവായിരുന്നു. വളരെയധികം അത്ഭുത രോഗസൗഖ്യങ്ങൾ നേടിയിട്ടുള്ള ഒരു പിതാവാണ്. സാക്ഷ്യമൊക്കെ പറയും. എന്നും വൈകിട്ട് പണി മാറ്റി വന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് പകലത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം പറഞ്ഞു. അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ കിടക്കുന്ന അത്രയും നല്ലൊരു ഭവനത്തിലേക്ക് എനിക്ക് കടന്നു വരുവാൻ ദൈവം അവിടെ നിന്ന് കൃപ ചെയ്തു. അവിടെ ഞങ്ങൾ ഒരാഴ്ചയാണ് ആ വീട്ടിൽ താമസിച്ചത്. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ എൻ്റെ ഭർത്താവ് ആയിരിക്കുന്ന ആ സഭയിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ്, അതിനുശേഷമാണ് ആത്മീയ ജീവിതം എന്തെന്നും വിശ്വാസ ജീവിതം എന്തെന്നും ആരുമില്ലാത്ത ഒരു സാഹചര്യവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞൊരു, എൻ്റെ വീട്ടിൽ 5 മക്കളിൽ ഇളയവളാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ വളർന്നു വന്നതാണ്. ഇവിടെ വന്നിട്ടും ഈ കുടുംബത്തും വളരെയധികം സന്തോഷമുള്ള ഒരു ജീവിതമായിരുന്നാൽ ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സഭയിലേക്ക് താമസത്തിനായി കടന്നുപോയി. അവിടെ ചെന്നപ്പോഴാണ് വലിയൊരു പ്രയാസം നേരിടാനിടയായി തീർന്നത്. മറ്റൊന്നുമല്ല, താമസ സൗകര്യം വളരെ ഇടുക്കമാണ്. ഫെയ്ത്ത് ഹോം എന്ന് പറയുന്നത് ഒരാൾക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഒരു വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു. എന്നാൽ അവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഒരു ബാത്റൂം ഇല്ല. അങ്ങനെ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾ സഹിക്കാനിടയായി തീർന്നു. ഞാനിപ്പോൾ ചിന്തിച്ച്, ദൈവമേ, എങ്ങനെ ഇവിടെ നിന്നു പോകും? ഇതൊക്കെയാണോ കർത്താവിൻ്റെ വേല? ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ IPC കോളേജ്, ഞങ്ങൾ അന്ന് ചർച്ച് കോഡിലാണ് ആയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ IPC കോളുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകും. കാരണം ഇവിടെ ഒരു മാതൃ ചർച്ചിൽ ഇരുന്നിട്ടുള്ള ഒരു ദേവദാസനും കുടുംബവും ആ പാസ്റ്ററുടെ മാതാവൊക്കെ വളരെ സ്നേഹമാണ്. റെജി പാസ്റ്റർ ഭയങ്കര സ്നേഹമാണ്. അപ്പം അമ്മച്ചിയുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകും. എവിടെയെങ്കിലും പോകുമ്പോൾ രാത്രിക്കാവുമ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥലം, ഒറ്റപ്പെട്ട ഒരു കെട്ടിടം, വളരെ ചെറുപ്പമാണ് രണ്ടുപേരും. ആരുമില്ല. ചുറ്റുപാടൊക്കെ മറ്റു മതസ്ഥരൊക്കെയാണ്. വിശ്വാസികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു മല കഴിഞ്ഞ് വേറൊരു മലയിൽ, പിന്നെ ഒരു മല കഴിഞ്ഞിട്ട് വേറൊരു മലയിൽ, അങ്ങനെയൊക്കെയാണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാലും കർത്താവ് നടത്തി എന്ന് മാത്രമാണ് പറയാനുള്ളത്. ദൈവം അവിടെയൊക്കെയും ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. പ്രത്യേകിച്ച് വളരെയധികം ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ തെക്കൻ കാടാണ് ചുറ്റുപാടും എല്ലാം. വളരെ പ്രയാസമാണ്. എവിടേക്ക് തിരിഞ്ഞാലും പാമ്പിനെ കാണും. വളരെയധികം പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നത്. നമ്മുടെ അകത്തും ഇവിടെ അടുക്കളയുടെ ഭാഗത്തും എപ്പോഴും ഈ ഒരു ജീവനെ എവിടേക്കോ തിരിഞ്ഞാലും കാണും. എനിക്കാണെങ്കിൽ വളരെ ഭയമാണ്. ഞാൻ കർത്തദാസൻ അന്നും ഇന്നും ഒക്കെ ഒരു പ്രവർത്തനം ഉണ്ടെന്ന് കേട്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഒന്നും മുടക്കാത്ത ആളാണ്. അപ്പോൾ മിക്കവാറും ഞാൻ ഭവനത്തിൽ ചിലപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാവും. ചിലപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കൂടെ പോകും. അന്ന് ഞങ്ങൾക്കൊരു വാഹനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാഹനം സൈക്കിളായിരുന്നു. ഞങ്ങളുടെ ആ വാഹനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും സഞ്ചരിക്കുന്നത്. അത് 3-3.5 കിലോമീറ്ററോളം തേക്കിൻകൂപ്പിലൂടെ യാത്ര ചെയ്തിട്ട് വേണം ഞങ്ങൾക്കൊരു ഭവനത്തിലേക്ക് എത്തുവാൻ. എന്നാലൊന്നും ഞങ്ങൾക്ക് പ്രയാസമില്ല. ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ജീവിതം ആരംഭിച്ചതിന് ശേഷമാണ്, കഷ്ടതയുടെ നടുവിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വേദനാജനകമായ ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ പ്രദേശം എന്ന് പറയുന്നത് കൃഷിക്ക് വേണ്ടി ചെയ്യുന്ന പണിയെടുക്കുന്ന സമയത്ത് ഫലം ഒന്നുമില്ലല്ലോ.
അപ്പോൾ അവർ വളരെ പ്രയാസത്തിലാണ്. പിന്നെ കായികനികളൊക്കെ എടുക്കുന്ന സമയത്താണല്ലോ അവരുടെ കയ്യിൽ 10 പൈസ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കും അവർ ബുദ്ധിമുട്ടാകുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോടേ തീർന്നു. അങ്ങനെയൊക്കെ സമയത്ത് ഏകദേശം ഒരു 7, 8 മാസമൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ആദ്യം പ്രഗ്നന്റ് ആവാനിടയായി തീർന്നു. അപ്പോൾ ഭക്ഷിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നുമില്ലാത്തൊരു സാഹചര്യം ഏകദേശം ഒരു 6 മാസമൊക്കെ ആയ സമയത്ത് വളരെ കഷ്ടപ്പാടും ദുരിതവുമായി. കാരണം അരി വെക്കാൻ അരിയില്ല. ഒന്നുമില്ലാത്ത സാഹചര്യം. അപ്പൊ എല്ലാ വർഷവും അവിടെ ഒരു ഹോളിന്റെ മുറ്റത്തൊരു പ്ലാവുണ്ട്. ആ പ്ലാവിന് ചക്ക ഉണ്ടായി അടുത്തുള്ളവർ പറയും. ഞങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു, "ഈ ചക്ക ഉപയോഗിക്കാൻ കൊള്ളില്ല. നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. അത് ഉപയോഗിക്കാൻ കൊള്ളില്ല കേട്ടോ. അത് ഭയങ്കര കയ്പാ. തന്നെയല്ല മഞ്ഞയും കറുപ്പും കളർ അങ്ങോട്ട് വരും. ചക്കച്ചൊളയിലൊന്നും ഒന്നിനും കൊള്ളിയല്ലെന്ന്" പറഞ്ഞു. അപ്പോൾ ആ ഒരു വർഷത്തില് ദൈവം അത് അത്ഭുതമാക്കി ഞങ്ങൾക്ക് തന്നു. കാരണം ഞങ്ങൾക്ക് അരി ഭക്ഷണം കഴിക്കാനില്ലാത്ത സാഹചര്യത്തില് ആ പ്ലാവിൽ നിന്ന് ഞങ്ങൾ ചക്ക ഇടും. വെളിച്ചെണ്ണയോ മുളകോ അങ്ങനെ ഒന്നും ചേർക്കാനില്ല. ഞങ്ങൾ വെറുതെ ഉപ്പിട്ടിട്ട് അരിയാതെ ചൊളയും കുരും ഒക്കെ കൂടെ പുഴുങ്ങിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് കഴിക്കും. അത് ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ കിടന്നുറങ്ങും. അങ്ങനെ ഏകദേശം കുറച്ച് ദിവസങ്ങൾ എന്നെ മുമ്പോട്ട് പോയി. ഞാൻ 5, 6 മാസം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതിങ്ങനെ കൂടെ കൂടെ വയറ്റിലേക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി തോന്നി. ഞാനിതിന് വളരെയധികം സങ്കടപ്പെടും. കാരണം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിലും ഞങ്ങളെ അമ്മയൊക്കെ നന്നായി അധ്വാനിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണത്തിനൊന്നും അത്ര വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ചില ആ ഏരിയയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഉള്ള പ്രയാസങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എൻ്റെ അമ്മ നന്നായി പുഞ്ചപ്പാടത്തും അവിടെ എല്ലാം കൊയ്ത്തിനും മെതിക്കും ഒക്കെ പോകും. അപ്പോൾ അരിയൊക്കെ നമ്മുടെ വീട്ടിൽ നെല്ലൊക്കെ കൊണ്ടുവന്ന് പുഴുങ്ങി ഉണങ്ങി അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് തന്നെ ഉള്ളപ്പോൾ ഞാൻ ദാസിനോടിരിക്കുമ്പോൾ കരയല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനിരുന്ന് കരയും. കാരണം ഞങ്ങൾ 2 വീടുകളിൽ നിന്ന് ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്ക് ആരുമില്ല എന്നുള്ളതാണ്. കാരണം സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കുവാൻ അവർക്കും കഴിവില്ല. അങ്ങനെ ഇവിടുത്തെ വീട്ടിലും ഇല്ല. അങ്ങനെ വളരെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എന്നാൽ അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് കടന്നുപോയി. ഒരു ദിവസം ഇങ്ങനെ ഓണവാര ക്യാമ്പ് കുന്നംകുളത്ത് എരുമപ്പെട്ടി എന്നൊരു സ്ഥലത്ത് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വരണം. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അതിന് യൂത്തിൻ്റെ സെക്രട്ടറിയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. വരണം. ₹1 പോലും ഞങ്ങളുടെ കയ്യിലില്ല. 2, 3 പ്രാവശ്യമെങ്കിലും ആ സന്ദർഭത്തിൽ കടന്നു വന്നേ പറ്റുള്ളൂ. കാരണം അത്ര ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനാണ്. ഓണവാര ക്യാമ്പ് നടക്കുകയാണ്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, "എന്ത് ചെയ്യും?" എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തൊട്ടപ്പുറത്ത് ഹോളിൽ ഉപവാസപ്രാർത്ഥന നടക്കുകയല്ലേ. നമ്മളെന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള ചിന്ത എന്ന് വെച്ചെന്നാ അവിടെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നെന്നാ എനിക്ക് അമ്മച്ചി ഭക്ഷണം തരാതെ വിടുകയില്ല. കാരണം സാഹചര്യം അങ്ങനെയാണല്ലോ. പാസ്റ്റർ മിക്കവാറും ഉപവാസത്തിലാവുക. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു. അപ്പോൾ ചെന്ന് പോവാൻ വേണ്ടി വാതിൽ പൂട്ടി ഇറങ്ങുന്ന ആ സമയത്ത് ദൈവം വലിയൊരു അത്ഭുതം ഞങ്ങളുടെ ഭവനത്തിൽ ചെയ്യാനിടയായി തീർന്നു. അവിടെ ബ്രദറിൽ കൂടുന്ന ഒരു അമ്മച്ചി, അമ്മച്ചിയുടെ മകള് ഞങ്ങളുടെ സഭയിലാണ് വരുന്നത്. ആ അമ്മച്ചിക്ക് അവർക്കൊക്കെ കടയുണ്ട്. ആ അമ്മച്ചി അവിടെ നിന്ന് ഇങ്ങനെ വലിയൊരു സഞ്ചി നിറച്ച് സാധനങ്ങളുമായിട്ട് നടക്കാൻ പറ്റാത്ത പോലെ വരുന്നുണ്ട്. നമ്മുടെ ഹോളിൻ്റെ മുറ്റത്തൂടെ വഴിയാണ്. അപ്പോൾ അവർ വീട്ടിലേക്ക് എപ്പോഴും ആ വഴിക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അമ്മച്ചി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നു. അപ്പോൾ വർത്താനം പറഞ്ഞു, ചിരിച്ച് വർത്താനം പറഞ്ഞു. എന്നിട്ട് ഞാൻ വാതിൽ പൂട്ടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, "പൂട്ടാൻ വരട്ടെ, തുറക്ക്" എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പലരും വഴിയെ പോകുമ്പോൾ എവിടേക്ക് കടയിലൊക്കെ പോകുമ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, "ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴാണ് ഇനി എടുക്കാൻ വരണേ?" എന്ന് ചോദിച്ചു. പറഞ്ഞു, "ഇത് എനിക്ക് കൊണ്ടുപോകാനുള്ളതല്ല. ഇത് നിങ്ങൾക്ക് തരാനുള്ളതാണെന്ന്" പറഞ്ഞു. വലിയൊരു അത്ഭുതം എന്നല്ല, അതൊന്നും പറയലൊക്കെ തരാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ബ്രദർ മിഷനിൽ കൂടുന്ന ഒരു അമ്മച്ചിയാണ്. ആ മാതാവ് അരി തൊട്ട് ഒരു കുടുംബത്തേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണം, ഒരു 5 കിലോ അരിയുടെ ഒരു സഞ്ചി വേറെ അതിനുള്ളിലുണ്ട്. അതുകൊണ്ട് ഉപ്പ് തൊട്ട് എന്തെല്ലാം സാധനം ഒരു അടുക്കളയിലേക്ക് ആവശ്യമുണ്ടോ അതെല്ലാം കൊണ്ട് തരുവാനിടയായി തീർന്നു. കൂട്ടത്തിലൊരു ₹30 അന്ന് എൻ്റെ കയ്യിൽ തന്നു. 32 വർഷം മുമ്പാണ്. ₹30 എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞങ്ങൾക്ക് എരുമപ്പെട്ടി ക്യാമ്പിന് പോയി വരാനുള്ള പൈസയും ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ആ മാതാവിലൂടെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടൊരിടയായി തീർന്നു. കാരണം ഞാൻ പറയുന്നത്, പ്രാർത്ഥിച്ച മക്കളെ, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയ മക്കളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അതിനുശേഷം അങ്ങനെ ഒരു ഏകദേശം ഒരു 9 മാസമായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ നിന്നും എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ പ്രസവത്തിനായി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് കോട്ടയം ജില്ലാ ഹോസ്പിറ്റലിൽ എന്നെ കാണിച്ചു. 9 മാസം ഇവിടെയാണ് കാണിച്ചത്. അതിനുശേഷം അവിടെ ചെന്നൊരു ഡോക്ടറെ അടുത്ത് പോയി കാണിപ്പാനിടയായി തീർന്നു. അന്നേരം ഡോക്ടറാണെങ്കിൽ വളരെയധികം ഒരു വല്ലാത്തൊരു രീതിയിലാണ് ഇടപെടുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. ഇതെന്താ ഡോക്ടർ ഒരു ദയയില്ലാതെയാണ് എല്ലാ പേഷ്യൻറ്റിനോടും ഇങ്ങനെ ഇടപെടുന്നത്. ഗർഭിണികളോടൊക്കെ ഒരു ദയയില്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ പേടി. അപ്പോൾ ചേച്ചി മുഖേനയാണ് അവിടെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ ചേച്ചിക്ക് വരാനും പോകാനുള്ള സൗകര്യവും ഒക്കെ ഉണ്ടല്ലോ.
അന്ന് പറഞ്ഞ് അവിടെ കാണിച്ചു. എന്നിട്ട് ആ ഡെലിവറി സമയത്ത് ഈ പറഞ്ഞതുപോലെ ഈ അരി ഭക്ഷണം അല്ലാതെ കായ്കനികള്, ചക്ക, ചേമ്പ്, കാച്ചില് എന്ന് വേണ്ട സാധനങ്ങളെല്ലാം പുഴുങ്ങി തിന്നിട്ട് കുട്ടി വയറ്റിൽ കിടന്ന് വരും. നമുക്കറിയില്ല. ഇതിൻ്റെ ലിമിറ്റുകളൊന്നും നമുക്കറിയില്ല. കുട്ടി 3.5 കിലോ ഉണ്ടായിരുന്നു എൻ്റെ മോള് ഞാൻ പ്രസവിക്കുന്ന സമയത്ത്. അപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ എന്നെ ഡെലിവറിക്ക് കയറ്റിയപ്പോൾ ഞങ്ങൾ അതുവരെ കാണിച്ച ഡോക്ടർ വന്നില്ല. അപ്പോൾ എൻ്റെ ആങ്ങളെയും എൻ്റെ ഹസ്ബൻഡും കൂടെ ആ ഡോക്ടറെ വിളിക്കാനായിട്ട് ഓട്ടോറിക്ഷ വിളിച്ച് ചെല്ലുമ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഡോക്ടർ വേറൊരു സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ അയാൾ വരാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഉണ്ടായിരുന്ന ഡോക്ടർ എന്നെ പ്രസവം എടുത്തു. അതിനുശേഷം എനിക്ക് വളരെ സൈഡ് കട്ട് ചെയ്തിട്ട് അവർ കുട്ടീനെ പുറത്തെടുത്തു. ഞാൻ ഏകദേശം മരണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം ഒരു പെയിൻ വന്നപ്പോൾ എൻ്റെ ഓർമ്മ പോകും. അങ്ങനെ ഇന്ന് കാണുന്ന ശരീരമൊന്നും അന്ന് എനിക്കില്ല. അങ്ങനെ വളരെ പ്രയാസകരമായൊരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ഇവരെനിക്കൊരു ഇഞ്ചക്ഷൻ, ഒരു സിസ്റ്റർ, ആ ഡോക്ടർ, ഡെലിവറി എടുത്ത ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ ചെയ്തു. മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങി ഇത് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. എന്നിട്ട് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കൈ നോക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ വേറൊരു കളറ് കയറി വരുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തായാലും പുറത്തേക്ക് ജീവനോടെ ഉണ്ടാവില്ലായിരിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ കിടന്ന് ഞാൻ ദൈവത്തോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ കിടന്ന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ്. അപ്പോൾ അവർ ആ സിസ്റ്റർ പറഞ്ഞു, നിനക്ക് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ കുഞ്ഞിന് ആരുണ്ടാവും, കുഞ്ഞിനെ എങ്ങനെ വളർത്തി കൊണ്ടുവരും, ആരുണ്ടാവും, ഞാൻ എന്തായാലും ഞാൻ മരണപ്പെടുകയാണെന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രകാശം എനിക്ക് കാണിച്ചൊരിടയായി തീർന്നു. അന്നൊക്കെ ദൈവം എന്നെ വിടുവിച്ച് രാവിലെ ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വൈകുന്നേരത്തോടുകൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർമാരൊക്കെ ലേബറിൻ്റെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഓടുന്നുണ്ട്. അവരെ വളരെ ഭയന്നിട്ട് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നൊരു ദൈവം അന്നൊക്കെ എന്നെ സൗഖ്യം തന്നു. എൻ്റെ മോളെ കാണുവാനും എല്ലാം പുറത്തേക്ക് നല്ല രീതിയിൽ വരുവാനൊക്കെ കർത്താവ് സഹായിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതം പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 21 ദിവസം ഒരു ഉപവാസ പ്രാർത്ഥനയായിരുന്നു. ഒരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭർത്താവ് 21 ദിവസവും ഫാസ്റ്റിങ്ങിലായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ പ്രാർത്ഥനയുടെ സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു പെൺകുട്ടി, അവിടെ കുടുംബം തകർന്നു പോയി. തകർന്നു വരുന്ന പിതാവും മാതാവൊക്കെ വേർപെട്ടു. അപ്പോൾ ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എപ്പോഴും പറയും, അടുത്തുള്ളവരോടൊക്കെ പറയും, ഞാൻ മരിക്കുള്ളൂ, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, ചെറിയ പെൺകുട്ടിയാണ്, ഞാൻ മരിക്കുള്ളൂ എന്ന് ആ പെൺകുട്ടി എപ്പോഴും പറയും. അങ്ങനെ പറഞ്ഞിരുന്നിട്ട് ആ പെൺകുട്ടി അന്നൊക്കെ കറണ്ട് കട്ടിൻ്റെ സമയം ഉണ്ട്. ആ സന്ദർഭത്തിൽ ഈ പെൺകുട്ടി ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ 2 കിണറും കൂടെ ഒന്നാക്കിയിട്ടുള്ളൊരു കിണറുണ്ട്. ആ കിണറ്റിൽ അത് നനയ്ക്കാനായിട്ട് പറമ്പ് കവുങ്ങും തെങ്ങും ഒക്കെ നനയ്ക്കുന്ന ഒരു കിണറാണ്. ആ കിണറ്റിൽ പോയിട്ട് ആ പെൺകുട്ടി ആ സമയത്ത് ചാടുവാനിടയായി തീർന്നു. അപ്പോൾ നീന്തൽ അറിയാവുന്ന എല്ലാ ആൾക്കാരും ഓടിക്കൂടി, ആരും ഇറങ്ങുന്നില്ല. അപ്പോൾ 21 ദിവസത്തെ ഉപവാസപ്രാർത്ഥന കഴിഞ്ഞതിന് പിറ്റേ ദിവസം എൻ്റെ ഭർത്താവ് ഒന്നും നോക്കാതെ ആ കിണറ്റിൽ ഇറങ്ങി ആ പെൺകുട്ടീനെ രക്ഷിപ്പാനിടയായി തീർന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ വെയിറ്റും വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള വെയിറ്റും ഒക്കെ കാരണം ഒരു താങ്ങുറയ്ക്കാത്ത ഒരു സാഹചര്യത്തിൽ പിടിവിട്ടു പോകും. അപ്പോൾ വേറൊരാളും കൂടെ ഇറങ്ങിയപ്പോൾ ആളോട് പറഞ്ഞു അതിനു മുമ്പ് ഉപവാസപ്രാർത്ഥന നടക്കുന്ന സമയത്ത് അത്താണിലുള്ള ബെന്നി പാസ്റ്റർ, കർത്തവനദാസൻ, പ്രവചന ശുശ്രൂഷയുള്ള ദൈവദാസൻ വചനം സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, ദൂതൻ്റെ കാവലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു, എന്താണ് അത് വേറെ ഒന്നും പറഞ്ഞില്ല. ഈ ഒരൊറ്റ വാക്ക് മാത്രം വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ദൂതൻ്റെ കാവലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഈ പെൺകുട്ടനെ രക്ഷിക്കാനായിട്ട് കിണറ്റിൽ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ഇറങ്ങിയ ആളോട് പറഞ്ഞു, ഞാൻ മുകളിലേക്കില്ല, ഈ പെൺകുട്ടിയെ രക്ഷിച്ച് നീ എങ്ങനെയെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഞാൻ മുകളിലേക്കില്ല. കാരണം 21 ദിവസം ഫാസ്റ്റിങ് കഴിഞ്ഞു ശരീരമൊക്കെ പുറമെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളത്തിലും കൂടെ ആയപ്പോൾ ഈ കുട്ടിയുടെ വെയിറ്റും എല്ലാം കൂടെ ആയപ്പോൾ മുങ്ങിപ്പോകുന്ന സാഹചര്യം കഴുത്തോളം വന്നു. വെള്ളം മുങ്ങി. ഞങ്ങളിതൊന്നും അറിയുന്നില്ല. ഞങ്ങൾ വീട്ടിൽ ഇരിക്കുകയാണ്. ഈ പുറകിൽ പോയിട്ട് ആരിറങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. അപ്പം ഞാനും മോൻ കുട്ടീനായിട്ട് അകത്തിരിക്കുന്ന സമയത്ത് പെങ്ങള് നിലവിളിക്കുന്നുണ്ട്, ചേട്ടാന്ന് പറഞ്ഞിട്ട് അവൾ കിടന്ന് നിലവിളിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ ആൾക്കാർ താങ്ങി പിടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, കിണറ്റിലിറങ്ങിയതും അവളെ രക്ഷിക്കാൻ ഇറങ്ങിയതൊക്കെ ഇയാളാന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെ വലിയൊരു അനർത്ഥത്തിൽ നിന്നും അതിന് മുന്നേ ദൈവാത്മാവ് അറിയിച്ചതുപോലെ ദൂതൻ്റെ കാവലുണ്ട് എന്ന് ദൈവാത്മാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൂതൻ ഇറങ്ങി വന്ന് വിടുവിച്ചു. അതുകൊണ്ടാണ് അവർ നിന്ന് രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യങ്ങളിൽ പിന്നെ അവിടെ
മോളെ അംഗനവാടി ചേർക്കുന്ന ഇത് വന്നപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അംഗനവാടി പുതിയത് തുടങ്ങിയതാണ്. അപ്പോൾ ടീച്ചർ നമ്മുടെ മുറ്റത്തിലാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടാക്കാൻ പറഞ്ഞു എങ്കിൽ പോലും കൊണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ അവൾക്കൊരു സ്ലേറ്റ് വാങ്ങി കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബാഗ് വാങ്ങുക, അതൊക്കെ ഒരു സന്തോഷകരമായ അവസ്ഥയാണല്ലോ. ആദ്യമായി നമ്മുടെ കുഞ്ഞ് ഒരു സ്കൂളിലേക്ക് കടക്കാനുള്ളൊരു പടി ചവിട്ടുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാഹചര്യങ്ങൾ വേണ്ടത്. അതിനൊന്നും കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വളരെ ബുദ്ധിമുട്ടി ആയിരിക്കുന്ന സമയത്ത് അന്ന് രാത്രിയിൽ പിതാവ് പണി മാറ്റി വരുന്ന സമയത്ത് കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും വാങ്ങിയിട്ട് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. കാരണം കുഞ്ഞ് ചെറുതായപ്പോൾ പിതാവ് സമ്മതിച്ചില്ല, ഇനി അവിടെ പോയി ഒറ്റയ്ക്ക് താമസിക്കണ്ട, അങ്ങനെ പറ്റിയൊരു ഒരു സ്ഥലമല്ല അത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിപ്പായി. പിന്നെ എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ആഴ്ചയിൽ പോകും. അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് താമസം മാറി. ഞങ്ങൾ വരുവാനിടയായി തീർന്നു. അങ്ങനെ വന്ന് ഒത്തിരി ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കാനിടയായി തീർന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ വളരെ കഷ്ടതയുടെ നടുവിലൂടെയാണ് കുഞ്ഞുങ്ങൾ വളർന്നു വന്നത്. ഇപ്പോൾ ഞങ്ങൾ ഫെയ്ത്ത് ഹോമിലാണ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഹോള് തേച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതൊക്കെ പണികളെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചാർജ് എടുത്ത് വന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഒരു മാതാവും ആ മാതാവിൻ്റെ 2 പെൺകുഞ്ഞുങ്ങളുമാണ് വിശ്വാസികളായിട്ടുള്ളത്. വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്ക് ആത്മാക്കളെ തരണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ആത്മാക്കളെ തരണം. അന്നും ഇന്നുമൊക്കെ പ്രവർത്തനവും പരസ്യ മീറ്റിങ്ങുകൾ, പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരിക്കുകയല്ല. ഞങ്ങൾ കുട്ടികളെ എവിടെയെങ്കിലും ആക്കിയിട്ട് ഞങ്ങൾ കടന്നു പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടുന്നെല്ലാം തക്ക സമയത്ത് നൽകി തന്ന് അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ ശേഷം ഞങ്ങൾക്കൊരു മോൻ പിറക്കുവാനിടയായി തീർന്നു. മോൻ ഉണ്ടെന്ന് പറഞ്ഞാൽ 30 ദിവസം 29 ദിവസം കൂടെ ഉണ്ട് അവൻ്റെ ഡേറ്റ്, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. അതിന് മുമ്പ് എനിക്ക് അവനെ ഒരു പ്രസവത്തിന് വരുവാനും അവനെ പ്രസവിപ്പാനിടയായി തീർന്നു. അവനൊരു ആരോഗ്യമില്ലാത്ത ഒരു കുഞ്ഞിനെയാണ്, 2.100 അവൻ തൂക്കമുണ്ടായിരുന്നത്, അവൻ പ്രസവിച്ചത്. അതിന് മുഖാന്തരം 90 തികഞ്ഞപ്പോൾ തൊട്ട് അവന് ഒരു 6 വർഷത്തോളം ഞങ്ങളിങ്ങനെ ആസ്പത്രികൾ മാറി 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 കൊണ്ട് നടന്നുകൊണ്ടിരുന്നു. അവന് വരാത്ത പനികളില്ല. പല പ്രാവശ്യം ഞങ്ങളുടെ കയ്യിലിരുന്ന് അവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം കൺവെൻഷൻ, ഞങ്ങളുടെ കുന്നംകുളത്ത് വലിയൊരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പപ്പ സ്റ്റേജിലിരിക്കുകയാണ്. ഇവനാണെങ്കിൽ ഭയങ്കര വേദന. അവന് ബാത്റൂമിൽ പോകണം. അപ്പം അവൻ്റെ ചേച്ചിയുമായിട്ട് അവൻ പോയി ബാത്റൂമിൽ പോയിട്ടൊക്കെ വന്നു. എന്നിട്ട് മുൻഭാഗത്ത് ഭയങ്കര വേദനയായിട്ട് അവൻ ഭാരപ്പെട്ടു. അപ്പം ഞാൻ അവനെ ഒരു വിധത്തിൽ പിടിച്ച് കിടത്തി ഉറക്കി. എന്നിട്ട് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവന് ഭയങ്കര പ്രയാസമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു ഫാൻ്റ് അവൻ ഇട്ടിരുന്നു. ആ ഫാൻ്റ് ഊരി നോക്കുമ്പോൾ ഒരു ചുവന്ന സീറോ ബൾബിൻ്റെ വലിപ്പത്തിൽ അവൻ വൃഷണം വന്ന് വീർത്തിട്ട് വല്ലാത്തൊരു സാഹചര്യത്തിലിരിക്കുകയാണ്. ആ കുഞ്ഞ് എത്രത്തോളം വേദന സഹിച്ചു അത് കണ്ടിട്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. ആ രാത്രിയിൽ ഒരു 10 മണിയെങ്കിലും ആയിട്ടുണ്ട്. ആ രാത്രിയിൽ എവിടേക്ക് എടുത്തിട്ട് പോകും, എന്ത് ചെയ്യുമെന്നോർത്ത് വളരെ ഭാരപ്പെട്ടു. ഭക്ഷണമൊക്കെ കൊടുത്തു കിടത്തി ഉറക്കി. ഒരു വിധത്തിൽ അവൻ ഉറങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ എന്നിട്ട് ഉറങ്ങിപ്പോയി. ഞാനവിടെ കിടന്നു, ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഞാനൊരു ഉറക്കം കഴിഞ്ഞിട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരു 2:30 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് അവൻ്റെ പിതാവ് അവൻ്റെ മടിയിൽ വെച്ചിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന 2 കവിളത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടു. അപ്പോൾ ഞാനും പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ആസ്പത്രി കൊണ്ടുപോയി. അപ്പം തന്നെ ഡോക്ടർ പറയുന്നത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. 10 പൈസ കയ്യിലില്ലാതെ എന്ത് ചെയ്യുമെന്നോർത്ത് വളരെ ഭാരപ്പെടുകയായി തീർന്നു. അപ്പോൾ അന്നൊന്നും ഈ ഫോണില്ല, ഇത് ഒറ്റ കോയിൻ വിട്ട് വിളിക്കാം. അത് വിളിച്ച് എൻ്റെ മൂത്ത ചേച്ചി നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് തിരുപ്പൂരിൻ്റെ അടുത്ത്. അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോൾ പൈസ ഇട്ട് ഞങ്ങൾ എത്താം. രാത്രി തന്നെ ട്രെയിനിൽ കയറി നേരം വെളുക്കുമ്പോൾ 7 മണിക്ക് പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അവർ പൈസയായിട്ട് കടന്നു വരികയായി തീർന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പൈസ ഒന്നും എനിക്ക് തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ വലിയൊരു അത്ഭുതം നടക്കാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളായിട്ട് അടുത്ത് താമസിക്കുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, ദുരിതങ്ങളുമുണ്ട്. ഒരു ദിവസം ഇങ്ങനെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ ഭവന സന്ദർശനത്തിന് പോവാണ്. ഭവന സന്ദർശനത്തിന് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അല്പം പൈസ ഞങ്ങൾക്ക് കയ്യിൽ തന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് അത് കയ്യിലേക്ക് മേടിച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം വീട്ടുകാര്യങ്ങളും അടുക്കള കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇതൊക്കെ സ്ത്രീകളാണല്ലോ. അപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. ഞാൻ പറഞ്ഞു, രാത്രി വെക്കാൻ അരിയില്ല,
ആ പൈസ അവർ നമുക്ക് തന്നതല്ലേ, അപ്പോൾ അതെന്തിന് തിരിച്ചു കൊടുത്ത്. അപ്പോൾ ഇനിയും നമുക്ക് ആ വീട്ടിൽ കയറണം, കയറേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നത് മേടിച്ചിട്ട് പോകുന്നത് ശരിയാകുകയില്ല. നമ്മളിനി പൈസയ്ക്ക് നടക്കുന്നവരാണെന്ന് അവർക്ക് തോന്നരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ദേഷ്യം തോന്നി. ഞാൻ ഇങ്ങനെ പിറുപിറുത്ത് ഇങ്ങനെ പിന്നാലെ നടന്ന് വീട്ടിലെത്തി. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഭർത്താവ് ഹോളിനകത്ത് കയറി പ്രാർത്ഥിക്കാൻ പോയി. അന്ന് വൈകുന്നേരം ആയപ്പോൾ 30 രൂപയാണ് ഞങ്ങൾക്ക് രാവിലെ ലഭിച്ചത്. എന്നാലും വൈകുന്നേരം ആയപ്പോൾ ഒരു സഹോദരൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് 200 രൂപ ഞങ്ങളുടെ കയ്യിൽ തരുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് വളരെ കുറ്റബോധം തോന്നി. കർത്താവേ, ഞാൻ എന്തിനാണ് അങ്ങനെ ഒക്കെ പറഞ്ഞത് എന്നുള്ള കുറ്റബോധം തോന്നാനിടയായി തീർന്നു. അന്നേരം ദൈവം അത്ഭുതകരമായിട്ട് കർത്താവ് വന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവം അവിടുന്ന് ഒരുക്കി തരാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഭർത്താവ് ഒന്ന് ഛർദ്ദിക്കാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഛർദ്ദിക്കാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് നേരം വെളുത്തു. നേരം വെളുത്തപ്പോൾ പിന്നെയും ഛർദ്ദിച്ചു. ഛർദ്ദിച്ചിട്ട് അപ്പം മുറ്റത്ത് പിള്ളേർ പറഞ്ഞേക്കുന്ന തിരക്കാണല്ലോ. അപ്പം മുറ്റത്ത് വലിയൊരു സൗണ്ട് കേട്ടു. അപ്പം ഞാൻ ഓടിപ്പോയിട്ട് നോക്കിയില്ല. കാരണം എന്താണെന്നറിയില്ല. നോക്കിയില്ല. അപ്പോൾ കൂട്ടാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മോളോട് ഞാൻ പറഞ്ഞു, "പപ്പ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാനില്ല, നോക്കിയെന്ന്" പറഞ്ഞപ്പോൾ ഇവള് പോയി നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് പുറത്ത് മുറ്റത്ത് വീണ് കിടക്കുകയാണ്. അപ്പൊ അവള് പറഞ്ഞു, "അമ്മ ഇവിടെ പപ്പ ഇവിടെ വീണ് കിടക്കുവാ." അപ്പൊ ഓടി ചെന്ന് നോക്കുന്ന സമയത്ത് ചോരയിൽ കുളിച്ചാണ് എൻ്റെ ഭർത്താവ് കിടക്കുന്നത്. ഇട്ടിരുന്ന ഒരു ടീഷർട്ട് മുഴുവനും ചോരയിൽ മുങ്ങി. ഇതെവിടുന്നാണ് ബ്ലഡ് വരുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, "കർത്താവേ, ഇതുവരെയുള്ള ഞങ്ങളുടെ കഷ്ടതകളും ഞെരുക്കങ്ങളുടെ മധ്യത്തിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണോ ദൈവമേ? ഇനി കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും?" എന്നോർത്ത് വളരെ ഇവിടുന്ന് ഭാരപ്പെട്ട് കരുടയായി തീർന്നു. അപ്പൊ തൊട്ട് അടുത്ത വീട്ടിൽ നിന്നുള്ള അവരെയൊക്കെ വിളിച്ചു വരുത്തി. അവരൊക്കെ കൂടെ വന്നിട്ട് ആകെ വെള്ളം കൊണ്ടൊക്കെ നോക്കുന്ന സമയത്ത് തലയിൽ നിന്നാണ് ബ്ലഡ് വരുന്നത്. ചെന്ന് വീണ് തറയുടെ കല്ലിങ്ങനെ പൊങ്ങി നിന്നിരുന്നു. ആ കല്ലിൽ പോയിട്ട് തല ഇടിച്ച് ആസ്പത്രിയിൽ കൊണ്ടുപോയി. ഇവിടെ അടുത്ത് മലങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു, "തലയോട്ടി അടക്കം പൊട്ടിയിരിക്കുകയാണെന്ന്" പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. ആരോട് പറയും? കുഞ്ഞു മക്കളും എന്ത് ചെയ്യും എന്നോർത്ത് വളരെ ഭാരപ്പെട്ടു. അപ്പം ഞങ്ങളുടെ ഒരു സഹോദരി അവിടെ റിസപ്ഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആ സഹോദരിയോട് പറഞ്ഞു, "നീ ഒരു മിനിറ്റ് ഇവിടെ പാസ് എടുത്ത് ഇരിക്കുക കേട്ടോ" എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി അവിടുത്തെ ബാത്റൂമിൽ പോയിട്ട് ആ ബാത്റൂമിലും ബക്കറ്റിലുണ്ടായിരുന്ന വെള്ളം മറിച്ച് കളഞ്ഞിട്ട് പൈപ്പ് വളരെ ശക്തിയിൽ ആ ബക്കറ്റിലേക്ക് തുറന്നിട്ടുണ്ട്. ഞാനിവിടെ ഉറക്കെ കരഞ്ഞു, ആ വിട്ട് കരഞ്ഞു, "ദൈവമേ, ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവിനെ കർത്താവേ എടുക്കരുത്. എനിക്ക് ജീവനോടെ മടക്കി തരണം. എന്നെ കൊണ്ട് ഒന്നിനും കഴിവില്ല ദൈവമേ. ദൈവത്തിനെല്ലാം അറിയാമല്ലോ" എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വലിയ ഉറക്കെ കരയിടയായി തീർന്നു. പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തല സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, "കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല" എന്ന് പറഞ്ഞ് 9 സ്റ്റിച്ച് ഇട്ട് തലയ്ക്ക്. എന്നിട്ട് അവിടുന്ന് ഞങ്ങള് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ വരടെ തീർന്നു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനർത്ഥങ്ങൾ, അപകടങ്ങളെല്ലാം ജീവിതത്തിന്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ അവിടെ എല്ലാം കർത്താവ് കൂടെ ഇരുന്ന് ദൈവം ഇവിടുന്ന് സഹായിച്ചു. ദൈവം ഇവിടുന്ന് വഴി നടത്തി. അതിനൊക്കെ ശേഷം ഞാൻ എൻ്റെ മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ ചേച്ചിമാരുടെയൊക്കെ അടുത്ത് പോയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ട്രിച്ചി മംഗലാപുരം എക്സ്പ്രസ്സിൽ ഞങ്ങൾ തിരുപ്പൂരിൽ നിന്ന് കയറിയിട്ട് ഞാനും എൻ്റെ മോളും കുറച്ച് ലഗേജും ഉണ്ട്. മോനും അച്ഛനും തിരിച്ചു പോന്നായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം 2-3 ദിവസം കൂടെ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഞാൻ 2 കൊല്ലം കൂടെ വരികയാണ്. അപ്പോൾ പട്ടാമ്പി എന്ന സ്ഥലത്ത് എത്തിയിട്ട് ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ഇറങ്ങാം, എന്നിട്ട് ലഗേജ് ഇറക്കിയിട്ട് മോളെ പിന്നെ ഇറക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീട് ആകെ 3 മിനിറ്റ് ട്രെയിൻ പട്ടാമ്പിയിൽ നിർത്തുള്ളൂ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലേക്ക് വീണുപോയി. വീണുപോയപ്പോൾ മോൾ അകത്ത് നിന്നിട്ട് "മമ്മിയേ" എന്ന് വിളിച്ചിട്ട് അലറി കരഞ്ഞു. അപ്പോൾ എവിടെ നിന്ന് എന്ന് അറിയില്ല. ഞാൻ വീഴലും 2 ആണുങ്ങൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ വരണ പോലെ വന്നിട്ട് അവരെ വലിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തി. അത് പിന്നീട് എനിക്കറിയില്ല അത് മനുഷ്യരാണോ ദൂതന്മാരാണോ ആരാണെന്ന് അറിയില്ല. എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, "ആരാ മമ്മി അതെന്ന്?" ഞാൻ പറഞ്ഞു, "എനിക്കറിയില്ല." ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ട്രെയിൻ പോകുന്നതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, "അവരോട് ഒരു നന്ദി പോലും പറ." അവരെന്നിട്ട് സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് മോളേനെ അവർ ഇറക്കി തന്നു. എല്ലാം 1 സെക്കൻഡ് കൊണ്ട് നടന്നു. എൻ്റെ കാലൊക്കെ ഇങ്ങനെ പൊളി ഒന്ന് ഇത് അല്പം മുറിവൊക്കെ ഉണ്ടായെന്നല്ലാണ്ട് എനിക്ക് അനർത്ഥം ഒന്നും സംഭവിച്ചില്ല. ഞാൻ വിചാരിച്ചു, "ദൈവമേ, ഞാൻ മരിച്ചു പോകും." അപ്പം തന്നെ 3 മിനിറ്റാണ് ട്രെയിൻ നിർത്തുന്നത്. പലരും ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഇറങ്ങുന്നത്. അപ്പം അങ്ങനെ വലിയൊരു അനർത്ഥം എൻ്റെ കൺമുമ്പിൽ കണ്ടു. അപ്പം എൻ്റെ മോള് ഒത്തിരി പേടിച്ചു പോയി കുട്ടി. ഞങ്ങൾ 2 പേരും അവിടെ ഇറങ്ങി നിന്നിട്ട് ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഒത്തിരി അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. ഒത്തിരി അപകടങ്ങൾ കൂടെ കടന്നുപോയി. അവിടെ എല്ലാം കർത്താവ് നല്ല കാവൽക്കാരനായിരുന്നു. കേൾപ്പിച്ച പോലെ തന്നെ ദൂതന്റെ കാവലുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുടുംബത്തെ കർത്താവ് അവിടുന്ന് ഭദ്രമായി അവിടുന്ന് പരിപാലിച്ചു കൊണ്ടുവരേണ്ടതായി തീർന്നു. അതിനൊക്കെ ശേഷമായിട്ട് എൻ്റെ മോള് 10ാം ക്ലാസ് പാസ്സായി.
മോനും അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. +2 കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ മോളെന്നെ കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് പഠിപ്പിച്ചു. അതിനുശേഷം അവൾക്കൊരു ജോലിയൊക്കെ ലഭിച്ചു. പിന്നീട് വിവാഹപ്രായമായി. വിവാഹത്തിന് ഉള്ള കാര്യങ്ങളായി. അതൊക്കെ ആലോചിച്ചു. കല്യാണത്തിന് ഡേറ്റൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ആലപ്പുഴയിലേക്കാണ് കല്യാണം കഴിച്ചേക്കണത്. സുഭാഷ് എന്നാണ് മരുമകൻ്റെ പേര്. എന്നിട്ട് ഞങ്ങൾ കല്യാണം പറയാനായിട്ട് ഞങ്ങൾ അപ്പേക്ക് ഒരു വണ്ടി എടുത്തു. ഒരു 800 കാർ എടുത്തു. അപ്പോൾ കാറിന് ഞങ്ങൾ കൊട്ടാരക്കര മുതൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ആൾക്കാരുണ്ട്. കല്യാണം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങളെടുത്ത വാഹനത്തിൽ ഞങ്ങൾ പോവുകയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ എത്തുന്ന ട്രെയിനിൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ വാഹനത്തിൻ്റെ പിന്നിൽ വന്ന് വേറൊരു വാഹനം വന്നിട്ട് സിഗ്നലായിരുന്നു. സിഗ്നൽ വന്നപ്പോൾ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഞങ്ങളും പോകും. അപ്പോൾ ഒപ്പം അവർക്കും കിടക്കാമെന്നുള്ള ഇതിലാണ് അവർ സ്പീഡിൽ വന്ന് ട്രക്കർ വന്നിട്ട് ഇടിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ 4 പേരും ഓൺ ദി സ്പോട്ടിൽ തീരേണ്ടതായിരുന്നു. എന്നാലും കർത്താവ് അന്നേരം അത്ഭുതമായിട്ട് വിടുവിച്ചു. അപ്പോൾ വളരെ ഒരു ആഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ കഴുത്ത് വേദനയും ശരീരവേദനയും ഒക്കെ ഉണ്ടായി എന്നല്ലാതെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ മോളുടെ ശരീരത്തിൽ കഴുത്തിൽ അവിടേക്കായിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ എന്താണ് പറ്റിയത്? വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. വണ്ടി സീറ്റൊക്കെ ഇങ്ങനെ ജാമായിപ്പോയി ഇടിയിൽ. എന്നാൽ ഇറങ്ങി നിന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഹൃദയത്തിൽ പെട്ടെന്ന് കൊണ്ടുവന്ന വചനം, കപ്പലിനല്ലാതെ ആരുടെ പ്രാണിനും ഹാനി വന്നിട്ടില്ല എന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ദൈവത്തിൻ്റെ കൊണ്ടുവന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിപ്പെടുകയായി തീർന്നു. മോളെ അപ്പം തന്നെ അവിടെ അങ്കമാലിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിന് വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ലാണ്ട് ചില്ലിൻ്റെ ചീളുകൾ തെറിച്ചത് വീണത് കൊണ്ടുണ്ടായ ബ്ലഡൊക്കെ വന്നതാണ്. അങ്ങനെ എത്രയോ വലിയൊരു അനർത്ഥം അന്ന് സംഭവിക്കാമായിരുന്നു. കുട്ടിയുടെ വിവാഹം നിശ്ചയിക്കാൻ പറയാൻ വേണ്ടി ഇറങ്ങിയ തിരിച്ച യാത്രയാണ്. അങ്ങനെ ഒത്തിരി 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 സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങളുടെ സമയത്ത് അല്ല മോളുടെ വിവാഹത്തിൻ്റെ സന്ദർഭത്തിലൊക്കെ ആയിട്ടും അതിന് മുമ്പായിട്ടും ഞങ്ങളെ ഒത്തിരി സാഹചര്യം ഞങ്ങൾ ഒരു വർഷം ഞങ്ങൾക്ക് സഭയില്ലാതിരിക്കേണ്ട ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോഴൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾക്കൊരു സഹോദരി ദൈവം അവിടെ എഴുന്നേൽപ്പിന് ഇടയായിത്തീർന്നു. ആ സഹോദരി ഇവിടെ മെത്രാപ്പോലിത്ത ഹോസ്പിറ്റലിലായിരുന്നു ജോലി. പിന്നെ അവർ സൗദിയിലേക്ക് കടന്നുപോയി. സൗദിയിലേക്ക് കടന്നുപോയതിന് ശേഷം അവർ ഞങ്ങൾ ഒത്തിരി ഞെരുക്കത്തിലൂടെ പ്രയാസത്തിലൂടെയാണ് കടന്നു. ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സഹോദരിയാണ്. അവരവിടെ നിന്ന് അവരൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ പ്രെയർ ഗ്രൂപ്പിൽ അവർ ഇവിടെ നിന്ന് ദേവദാസൻ പ്രസംഗം അന്നൊക്കെ കത്തിലാണല്ലോ അയച്ചു കൊടുക്കും. അതവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആളവിടെ പ്രസംഗിക്കും. എന്നിട്ട് അവിടെ സ്തോത്രകാഴ്ച എടുക്കും. ആ സ്തോത്രകാഴ്ച ഞങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെയായി. അങ്ങനെ അത് കിട്ടി തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ വളരെ പ്രശ്നങ്ങളില്ലാതെ പ്രതികൂലങ്ങളില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകളില്ലാതെ മുമ്പോട്ട് പോകാൻ കർത്താവ് സഹായിച്ചു. അതിനിടയിൽ ഞങ്ങൾ പ്രായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അയൽമക്കളെ ദൈവം നൽകി തന്നു. ഒരു 8 കുടുംബത്തോളം അവിടെ കടന്നു വരാനിടയായി തീർന്നു. അങ്ങനെ വളരെ നല്ല രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനിടയായി തീർന്നു. ഇപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങൾക്ക് പരസ്യ യോഗങ്ങൾ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒന്നും മുടക്കം കൂടാതെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അതിനൊക്കെ മുമ്പായിട്ട് എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെടേത്തൂർ എൻ്റെ ഭവനത്തിലും ചില അനർത്ഥങ്ങളൊക്കെ സംഭവിച്ചു. എന്നൊക്കെ കർത്താവ് ഞങ്ങളെ വിടുവിച്ചു. എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. എനിക്ക് വളരെ ഭാരപ്പെടുത്തുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു. ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. കാരണം രോഗിയാണെങ്കിൽ പോലും നമ്മളൊക്കെ കടന്നു ചെല്ലുമ്പോൾ മക്കൾ കടന്നു ചെല്ലുമ്പോൾ തിരിച്ചു പോരുന്ന യാത്രയിൽ മുറ്റത്തിറങ്ങി നിന്നിട്ട് കണ്ണ് ഞങ്ങൾ മറയും വരെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു അവസ്ഥയായിരുന്നില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി സാഹചര്യങ്ങൾ വിശ്വാസ ജീവിതം എന്തെന്ന് ദൈവം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. എങ്ങനെയാണ് കർത്താവിൻ്റെ വേലയിൽ മുമ്പോട്ട് പോകേണ്ടതെന്ന് ദൈവം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കർത്താവ് അവിടുന്ന് കടത്തി വിട്ടു. ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയി. അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തി. ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ഒത്തിരി ഒത്തിരി പ്രയാസം കടന്നുപോയി. ഞങ്ങളുടെ മോൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീണ്ടും അവന് ഒരു ഓപ്പറേഷൻ കടന്നു വന്നു. അവന് എപ്പോഴും വയറുവേദനയാണ്. ഇടയ്ക്ക് ഛർദ്ദിക്കും. പിന്നെ തന്നെ വയറുവേദന ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ സമയത്ത് വയറ് സ്കാൻ ചെയ്തപ്പോൾ അത് അപ്പൻഡിക്സിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓപ്പറേഷൻ. അതിനിടയിൽ ഒരു 10-20 വർഷം മുമ്പ് ഞാൻ 2 ഓപ്പറേഷനിലൂടെ കടന്നുപോയി. അങ്ങനെ ഒത്തിരി ശാരീരികമായ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നു. ദൈവം അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായി വിളിച്ച് വേർതിരിച്ച് വളരെയധികം പ്രശ്നത്തിലൂടെ പ്രതികൂലത്തോടെയാണ് വിളിച്ച് വേർതിരിച്ച് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വിശ്വാസ ജീവിതം എന്തെന്ന് ദൈവം അവിടുന്ന് പഠിപ്പിച്ചു തരുവാൻ ഇടയായി തീർന്നു. ഇതുവരെ ദൈവം അവിടുന്ന് ഞങ്ങൾ നടത്തി. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഇപ്പോഴും ഒന്നുമായിട്ടില്ല എന്ന് മാത്രമാണ് സമ്മതിക്കാനുള്ളത്. ഈ സാക്ഷ്യം കേട്ടതായ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ഏതെല്ലാം പ്രശ്നത്തിൽ കടന്നു പോകും നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നതെന്ന്.
ഈ ലോകത്തെ ജയിച്ച ജയവീരനായ ക്രിസ്തുവിലേക്ക് നോക്കി ഒരാൾ ജീവിതയാത്ര ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ കടന്നു വരും. നമ്മളെ ദഹിപ്പിച്ച് കളയത്തക്ക വിധത്തിലുള്ള തീജ്വാലയിൽ കൂടെ കടന്നു പോകേണ്ടുന്ന അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെ എല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. ഇത്രത്തോളം അവിടെ നിന്ന് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവം അവിടെ നിന്ന് സഹായിച്ചു. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, ഓരോ ദിവസവും കർത്താവിൻ്റെ വേല വർദ്ധിച്ചു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ എത്തിച്ചേർന്നുകൊണ്ട് കർത്താവ് അയക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ദൈവത്തോട് എടുത്തിട്ടുള്ള തീരുമാനമാണ്, ദൈവം ഏത് സ്ഥലത്ത് അയച്ചാലും അവിടേക്ക് കടന്നുപോയി ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയും. നമുക്ക് കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുവാനും പരസ്യ സ്ഥലങ്ങളിലൊക്കെ നിന്ന് യേശുവിനെ സാക്ഷിക്കുവാനൊക്കെ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. മക്കളെ, എന്നെ കേൾക്കുന്നതായ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെല്ലാം കഷ്ടത്തിലൂടെ പോയിക്കോട്ടെ, പ്രശ്നത്തിലൂടെ പ്രതികൂലമൊക്കെ കടന്നു പോയിക്കോട്ടെ, അവിടെ നമ്മോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് വേർതിരിച്ചിട്ട് നമ്മുടെ ദൈവം, നമ്മുടെ അരുമനാഥൻ, ലോകത്തിലുള്ള എല്ലാവരും നമ്മളെ കൈവിടും. മാതാവും പിതാവും സഹോദരങ്ങൾ ആരുമാകട്ടെ, എല്ലാവരും നമ്മളെ കൈവിടും. എന്നാൽ കൈവിടാത്തവനായി നമ്മുടെ അന്ത്യം വരെയും നമ്മളെ ചുമക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിലാണ് നാമൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ നിർത്തുന്നു. ദൈവം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന കർത്തദാസനുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് സന്നിധിയിലായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാൻ പരിശുദ്ധനുമായ ദൈവമേ, നന്ദിയോടെ കർത്താവെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ആമേൻ. സമയം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുവാൻ കർത്താവ് നിന്ന് സഹായിച്ചല്ലോ ദൈവമേ. ഈ സാക്ഷ്യം കേൾക്കുന്ന കർത്താവെ, വ്യക്തി ജീവിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ എന്തെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. അതിൽ നിന്നെല്ലാം വിടുവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് കർത്താവ് ഹൃദയത്തിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ കത്തക്കോണം കർത്താവ് നിന്ന് സഹായിക്കുമാറാകണമേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കർത്താവ് നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ദൈവമേ കർത്താസിനെയും കുടുംബത്തെയും അതിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചേർന്ന് പ്രവർത്തിക്കുന്ന അവർ ടീമിലുള്ള എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ചെയ്തെടുക്കുന്ന എല്ലാ ദൈവിക പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം വിശ്വസിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണമേ പിതാവേ. ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിൻദാസി സിസ്റ്റർ നിസി ലിബിനി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹീതവും അത്ഭുതവും അതിശയകരവുമായ ജീവിതാനുഭവങ്ങൾ അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസി ജനിച്ച് വളർത്തപ്പെട്ടതായ വളരെയേറെ പ്രതികൂലങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെയും ആ ബാല്യകാലത്തിൽ നിന്ന് ദൈവം തനിക്കായി വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ, ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ ഫലമേൽപ്പിച്ച് കർത്തൃവേലയിലും വിവിധ നിലകളിൽ പ്രയോജനപ്പെടുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം, കുടുംബജീവിതം, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ ഒക്കെ ദൈവം തന്നു. കർത്താവ് ആദരിച്ചു. ഒരുപാട് അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ നേരിട്ടു. എങ്കിലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവിൻ്റെ ഉള്ള കയ്യിൽ ദൈവം അത്ഭുതകരമായി സൂക്ഷിച്ചു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ നിലനിൽക്കുക. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ ഏറെ അവസരങ്ങളെ കർത്താവ് ഇനി ഒരുക്കട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ
aroma matrimony 2020@gmail.com.